നല്ലൊരു എക്സ്പേർട്ടിനെയാണ് നമുക്ക് ആവശ്യം. ആ എക്സ്പേർട്ട് ആരെ വീട്ടിൽ അമ്മയാണ്. ഇന്ന് അച്ഛൻ വരുമ്പം നല്ല പഴുത്ത ചക്ക കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മയാണ് ഇത് മുറിക്കുന്നത്. ഇത് മുറിക്കാൻ നല്ലൊരു ബലം ഉള്ള ഒരാൾ വേണം. അതായത് ഇത് മുറിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു എക്സ്പേർട്ടിനെയാണ് നമുക്ക് ആവശ്യം. ആ എക്സ്പേർട്ട് ആരെ വീട്ടിൽ അമ്മയാണ്. ഞാൻ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചക്കേൻ്റെ അരിവാൾ അതിൻ്റെ ഉള്ളിലും പിന്നെ അത് പിടിച്ചു വലിക്കാൻ വേറെ കുറേ ആൾക്കാർ വരേണ്ടി വരും. അങ്ങനെ എൻ്റെ അമ്മയാണ് ഇത് സാഹസികമായിട്ട് മുറിക്കുന്നത്. അമ്മ പിന്നെ എക്സ്പേർട്ടാണല്ലോ. എല്ലാവരുടെ വീട്ടിലും ഈ പഴുത്ത ചക്ക കിട്ടിയാൽ എന്താ ചെയ്യുക? ഒന്നെങ്കിൽ അത് വെറുതെ തിന്നും. ഞങ്ങളുടെ വീട്ടിൽ ഒരു സംഭവം ഉണ്ടാക്കാറുണ്ട് കേട്ടോ, ചക്ക വരട്ടിയത് എന്ന് അത് പറയാം. അതായത് നല്ല പഴുത്ത ചക്ക അത് മിക്സിയിലിട്ട് അരച്ചിട്ട് ഈ ശർക്കര പാനി ഉണ്ടാക്കണം. എന്നിട്ട് ആ ഒരു ശർക്കര പാനിയും നെയ്യും ഈ പഴുത്ത അരച്ച ചക്കല്ലേ അത് ഉരുളിയിലിട്ടിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ഉണ്ടാക്കണം കേട്ടോ. എന്നിട്ട് അത് കുറുക്കി ഇങ്ങനെ വരട്ടിയെടുക്കണം. അതിന് ചക്ക വരട്ടി എന്നാണ് പറയുക. ആ ചക്ക വരട്ടിയും പിന്നെ അതുപോലെ ഒരു മധുരമില്ലാത്ത കട്ടൻ ചായയും കൂടി ഇട്ടിട്ട് കുടിക്കുമ്പം അടിപൊളി ടേസ്റ്റാട്ടോ. പണ്ട് ഞങ്ങൾ തറവാട്ടിലാവുമ്പം അവിടെ 3 പ്ലാവ് മരം ഉണ്ട് കേട്ടോ. അതിൽ വീടിൻ്റെ ബാക്കിലൊരു പ്ലാവ് മരം ഉണ്ട്. അവിടെ പോയിട്ട് അമ്മ ചക്ക പറിച്ചിട്ട് താഴത്തോട്ടിടും. എന്നിട്ട് അമ്മ അത് ഉരുട്ടിക്കൊണ്ടുവന്ന് കൊത്തി ഓരോ കഷ്ണങ്ങളാക്കി അത് പുഴുക്കാക്കി തരും. പുഴുക്ക് എന്ന് പറയാറില്ല കേട്ടോ, ഇവിടെ ചക്ക പുഴുങ്ങിയതെന്നാണ് പറയുക. ചക്ക നല്ല തേങ്ങയും പച്ചമുളകും മഞ്ഞപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് അമ്മ തേങ്ങ നന്നായിട്ട് ഉടച്ചിട്ട് അമ്മ ചക്ക പുഴുങ്ങിയത് ഉണ്ടാക്കി തരും. അതിൻ്റെ കൂടെ മീൻകറി, മത്തി മീൻകറി അടിപൊളി ടേസ്റ്റാട്ടോ. അതും പിന്നെ ചമ്മന്തി, ഒരു 6 ഭാഗത്തിന് ചമ്മന്തി ആയിക്കോട്ടെ, വിരോധമില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ നല്ല ചൂടുള്ള മധുരമുള്ള കട്ടൻ ചായയും. വേറെ എന്ത് വേണം അല്ലേ? എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ കോമ്പിനേഷൻ അടിപൊളിയല്ലേ?